തൊടേണമേ. ആരാധനയ യേശുവേ. ഹല്ലേലൂയ മറനാഥാ. ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാ പ്രേക്ഷകർക്കും ദൈവ വചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്നതിനെക്കുറിച്ചാണ്. ഐ വിൽ ബി ക്ലീൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ദിവസം അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചിയുടെ അനുഭവം പങ്കുവെച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി വർഷങ്ങളായി പുകവലിയാണ്. അതിന് രക്ഷപ്പെടാൻ ഒരു നിവൃത്തിയില്ലാതിരിക്കുമ്പോൾ കുരിശിൻ്റെ വഴി നടത്തി, യേശുവേ എൻ്റെ പുകവലിയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചേ ഉള്ളൂ. അന്നേക്കന്ന് പുകവലി നിന്ന്. എൻ്റെ പേര് ഷാലി. ഞാൻ ചാലക്കുടിയിലെ ചൗക്ക് ഇടവകയിൽ നിന്നും വരുന്നു. ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത്. അദ്ദേഹം 15 വയസ്സ് മുതൽ തുടങ്ങിയ പുകവലിയാണ്. അത് മാറിക്കിട്ടാൻ വേണ്ടി ഞാൻ എല്ലാ ദേവാലയത്തിലും പോയി പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ ഞാൻ 2014 തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് എല്ലാ മാസവും 2ാമത്തെ വെള്ളിയാഴ്ച എല്ലാ മാസമല്ല, 2014 ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇപ്പോൾ 2015 മുതൽ ഇപ്പോൾ 4 മാസമായി ഞാൻ അടുപ്പിച്ച് വരുന്നത്. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ബീഡി വലി മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് മാനസാന്തരമായി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹം തന്നെ ഇവിടെ വന്ന് പറയണം എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അദ്ദേഹം വരികയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുരിശിൻ്റെ വഴി പോയി 4ാം സ്ഥലം വരെ അദ്ദേഹം കുരിശിൻ്റെ വഴി അദ്ദേഹത്തിന് തന്നെ പറയാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് 4ാം സ്ഥലം വരെ അദ്ദേഹം കൊന്തെത്തിച്ചാണ് പോയത്. കൊന്തെത്തിച്ച് പോയി 4ാം സ്ഥലം എത്തിയപ്പോൾ വേറെ ആൾക്കാരെ കൂട്ടുപിടിച്ച് അദ്ദേഹം കുരിശിൻ്റെ വഴി പോയി എല്ലാ 14ാം സ്ഥലം വരെ അദ്ദേഹം ഈ ബീഡി വലി മാറി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അന്ന് അദ്ദേഹം വലിച്ചതാണ് ബീഡി. അത് പിന്നെ ഇതുവരെയായിട്ട് അദ്ദേഹം വലിച്ചിട്ടില്ല. അന്നത്തോടുകൂടെ ആ വീടി വലി അവിടെ നിന്നു. എത്രാമത്തെ വയസ്സ് തുടങ്ങിയ വീടി വലിയ? 15 വയസ്സ് മുതൽ. 15 വയസ്സ് മുതലുള്ള വീടി വലിയാണ്. ആ വീടി വലി മാറാൻ വേണ്ടി ഈ സഹോദരി എല്ലാ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി എല്ലാ സ്ഥലങ്ങളിലും പോയി അവസാനം 2014 തൊട്ട് ഇവിടെ വന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു വെള്ളിയാഴ്ചകളിൽ. പിന്നെ ഈ 2015 4 മാസം വെള്ളിയാഴ്ചകളിൽ അടുപ്പിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണം, എൻ്റെ ബീഡി വലി മാറിയെന്ന്. അതിന് എൻ്റെ ഭർത്താവും കൂടെ ഈ പ്രാർത്ഥനയ്ക്ക് വരണം, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ച്. അതേപോലെ ദൈവം ഒരു കൃപ അങ്ങോട്ട് കൊടുത്തു. ഭർത്താവ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചെന്ന് മാത്രമല്ല, ആ കുരിശിൻ്റെ വഴിയുടെ അവിടെ പോയിട്ട് കരഞ്ഞ ആ കുരിശിൻ്റെ വഴി 14 സ്ഥലങ്ങൾ അറിയാവുന്ന പോലെയൊക്കെ ചൊല്ലി പൂർത്തിയാക്കി എൻ്റെ ബീഡി വലി ഒന്ന് മാറ്റി തരണമെന്ന് ഭർത്താവ് തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അന്നത്തോടുകൂടി ആ ബീഡി വലി മാറി. പിന്നെ ഇന്ന് വരെ വലിച്ചിട്ടില്ല. ആ കൂട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് ഗൾഫിൽ പോകാനായിട്ട് ഒരു ചാൻസിന് വേണ്ടി ആൾ ശ്രമിച്ചിരുന്നു. അതും നടന്നു. ഇപ്പം ആൾക്ക് നേരിട്ട് വന്ന് സാക്ഷ്യം പറയാനായിട്ടായിരുന്നു ആഗ്രഹം. പക്ഷെ ആൾ മിനിഞ്ഞാന്ന് 7ാം തീയതി അദ്ദേഹം ഗൾഫിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം ഗൾഫിൽ ജോലിക്ക് പോയപ്പോൾ ജോലി തടസ്സം ഉണ്ടായിരുന്നു. ആ ബീഡി വലി ഉപേക്ഷിച്ചതോടുകൂടെ ജോലി തടസ്സവും മാറി. നല്ലൊരു ഭാവി കർത്താവ് അങ്ങോട്ട് തുറന്നു കൊടുത്തു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുലിഖിതങ്ങൾ. യേശു മലയിൽ നിന്നിറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ,
അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ കുഷ്ഠരോഗിയുടെ ജീവിതത്തിൽ ആ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു അഭിലാഷമാണ് എൻ്റെ കുഷ്ഠം ഒന്ന് മാറി എനിക്കൊരു നോർമൽ ലൈഫ്. ആരൊക്കെ ഈ കുഷ്ഠത്തെ അദ്ദേഹത്തിൽ നീക്കാൻ വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള ചികിത്സകൾ ചെയ്ത് കാണുമായിരിക്കും? അദ്ദേഹത്തിനുണ്ടല്ലോ മാതാപിതാക്കന്മാരും ബന്ധുക്കളും സഹോദരങ്ങളും മിത്രങ്ങളും ഒരുപാട് ആളുകൾ. അവരെല്ലാവരും അവരുടെ കഴിവിൻ്റെ ആത്മാർത്ഥതയ്ക്ക് അനുസരിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരുടെയും ഉദ്യമങ്ങൾ കൊണ്ട് ഒന്നും നടക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു എന്ന ദൈവപുത്രനെ കുറിച്ച് അറിയാനിട വന്നത്. വേറൊരു വാക്കി പറഞ്ഞാൽ, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അവന് യേശുവുമായി കണ്ടുമുട്ടാൻ ഒരു മുഹൂർത്തം ഒരുങ്ങി വന്നു, ഒരു സാഹചര്യം ഒരുങ്ങി വന്നു, ഒരു സമയം ഒരുങ്ങി വന്നു. അവനും യേശുവും ജീവിതത്തിൽ സൈഡ് ബൈ സൈഡായി കടന്നു പോവുകയാണ്. അവിടെ വെച്ച് യേശു എന്ന വ്യക്തിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ, യേശു എന്ന വ്യക്തിയുടെ സമീപത്തൂടെ സാമീപം അനുഭവിച്ചപ്പോൾ അവൻ ഉറക്കെ വിളിച്ചു പറയാണ്, എനിക്ക് ശുദ്ധി വേണം കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അദ്ദേഹം യേശുവിൽ ആശ്രയിക്കുകയാണ്. ഇന്ന് അനേകം മക്കളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ വേദന അറിയാത്ത അനേകം മക്കളുടെ ജീവിതത്തിൽ, അലട്ടലും അറിയാത്ത അനേകം മക്കളുടെ ജീവിതത്തിൽ ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ്, ദൈവത്തെ ആശ്രയിക്കാൻ മനസ്സില്ല, കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. അവരുടെ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാനോ അവരുടെ ദൈവത്തെ വിളിക്കാനോ പറ്റാത്ത വിധം ഇതാ മനസ്സിൽ മരവിപ്പ്, മന്ദത, ഒരു പ്രത്യേക തരത്തിലുള്ള ദുർമേധസ് വന്ന് മുറ്റി നിൽക്കുന്നത് പോലെ ജീവിതത്തിൽ ആത്മീയ മന്ദതയിൽ കിടക്കുകയാണ്. എന്നാൽ ജീവിതത്തിൻ്റെ കഷ്ടതയും ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളും ജീവിതത്തിൻ്റെ പരിവരുത്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഈ മനുഷ്യൻ യേശുവിനെക്കുറിച്ച് അവൻ കാറ്റഗിസം പഠിച്ചിട്ടില്ല, യേശുവിനെക്കുറിച്ചുള്ള ധ്യാനങ്ങളൊന്നും അവൻ കൂടിയിട്ടില്ല, ഒരു പ്രഘോഷണം കേട്ടിട്ടില്ല, ഒരു തിയോളജി അറിയില്ല, ഒരു വെളിപാട് മാലാഖയുടെ വെളിപാട് അവന് കിട്ടിയിട്ടില്ല, ഒരു അരുളപ്പാട് അവന് ഉണ്ടായിട്ടില്ല. ജീവിതത്തിൻ്റെ പരിവരുത്ത വേദനയുടെ നടുവിൽ നിന്ന മനുഷ്യന് യേശു കടന്നുപോയപ്പോൾ ഇവൻ എന്നെ രക്ഷിക്കും എന്നുള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് അവന് തോന്നിപ്പ് നൽകി. അവൻ ആ തോന്നിപ്പിനെ സൈക്കോളജിയായിട്ട് ചിന്തിച്ചില്ല, അവൻ ആ തോന്നിപ്പിനെ മറ്റേന്തെങ്കിലും തരത്തിലുള്ള പേഴ്സണാലിറ്റി പ്രോബ്ലമായിട്ട് അവൻ ചിന്തിച്ചില്ല. അവൻ്റെ രക്ഷയുടെ സമയത്തെക്കുറിച്ചുള്ള അവൻ്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ പ്രേരണ അവൻ തിരിച്ചറിഞ്ഞു. അവൻ നിലവിളിച്ചു, യേശുവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഉടനെ യേശു നിന്നു. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെ. മാത്യു chapter 8 verses 1 to 3. When he came down from the mountain, great crowds followed him. And behold, a leper came to him and knelt before him, saying, Lord, Lord, if you will, you can make me clean. And he stretched out his hand and touched him, saying, I will be clean. And immediately his leprosy was cleansed. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൽക്ഷണം ആ മനുഷ്യൻ്റെ ഒരു ആയുസ് മുഴുവൻ ചുമന്ന ഭാരം കർത്താവ് അങ്ങോട്ട് നീക്കി, ആ കഴുത്തിലെ നുക അങ്ങോട്ട് ഒടിച്ച് ആ മനുഷ്യനൊരു ജീവിതം അങ്ങോട്ട് നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ മനുഷ്യന് വേറെ ആരും പഠിപ്പിക്കാതെ, ഒരു തിയോളജിക്കൽ ക്ലാസ്സിലും പോയി പങ്കെടുക്കാതെ ആ മനുഷ്യന് ദൈവത്തിൻ്റെ മനസ്സ് അറിയാൻ പറ്റി. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഇപ്പം എനിക്കൊരു ജീവിതം കിട്ടും, അങ്ങ് മനസ്സ് വെച്ചാൽ ഞാൻ രക്ഷപ്പെടും എന്ന് കർത്താവിന് മുമ്പിൽ കരയാനൊരു കൃപ ആ മനുഷ്യൻ്റെ മേൽ വ്യാപരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യന് സറണ്ടർ ചെയ്തു, ആ മനുഷ്യൻ ദൈവത്തെ വിളിച്ചു. അവൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഒരു അനുഭവം, ദൈവം അവനെ സഹായിച്ച ഒരു അനുഭവം ആ മനുഷ്യൻ സ്വന്തമാക്കുകയാണ്. അവന് ആരോടും കംപ്ലൈൻ്റ് ഇല്ല. ഞാൻ ഇന്ന് വരെ പ്രാർത്ഥിച്ചതാ, എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ദൈവം എവിടെയാ, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, ഇങ്ങനൊരു കംപ്ലൈൻറ്റും ഒരാളോട് അവൻ പറയണില്ല.
അവനൊരു കാര്യമുള്ളൂ, അങ്ങ് മനസ്സ് വെച്ചാൽ എൻ്റെ ഈ കുഷ്ഠം മാറി ഞാൻ ശുദ്ധനാകും കർത്താവേ. ഒരു നിലവിളിയാണ്. നമ്മൾ കർത്താവിനെ ഭരിക്കാൻ പോകരുത്. നാം കർത്താവിന് മുമ്പിൽ നിലവിളിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് തൽക്ഷണം തന്നെ മറുപടി കൊടുത്തു. ഐ വിൽ, എനിക്ക് മനസ്സുണ്ട്, ബി ക്ലീൻ, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. ആ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ച ഒരു വാക്യം, ഒരു വചനം. ഉറക്കെ പറയാ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുന്നുണ്ട്, 38 വർഷമായിട്ട് കല്യാണം നടക്കാത്ത ഒരു കുടുംബം. ആ അമ്മച്ചി ആ മകൻ്റെ കല്യാണത്തെ ഓർത്ത് വിഷമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അട്ടപ്പാടിയിൽ വന്നൊരു നാൾ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ്. എൻ്റെ പേര് സാറാമ്മ, ഞാൻ വെണ്ണിക്കുളത്ത് നിന്ന് വരുന്നു. എൻ്റെ മോന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയാമെന്ന. മോന് വിവാഹമൊന്നും നടക്കാതെ വന്നു, ഒത്തിരി പ്രായമായി. എന്നോട് പലരും പറഞ്ഞ് സിയോൻ ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിക്കുക, അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ വിവാഹം നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് മോനെ വിട്ടു. പിന്നെ ഞാനും ഭർത്താവും കൂടെ വന്നു. അപ്പോൾ അന്നേരം അച്ഛനിങ്ങനെ പ്രാർത്ഥിച്ചു. 38 വയസ്സായി മകന് വിവാഹ തടസ്സം മാറി. അപ്പം ഞാനത് വിശ്വസിച്ച് പോയി. വീട്ടിൽ ചെന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കല്യാണാലോചന വന്നു. 38ാമത്തെ വയസ്സിൽ മോൻ്റെ കല്യാണം നടന്നു, മെയ് 4-ാം തീയതി. മകന് 38 വയസ്സായിട്ട് കല്യാണം നടക്കാതിരിക്കുക. ഓ പിതാവേ, പരിശുദ്ധാത്മാവേ, യേശുവേ, 38 വയസ്സായി. ചിന്തിച്ചു നോക്കിയേ. അത് മാതാപിതാക്കന്മാരുടെ വേദന ചിന്തിച്ചു നോക്ക്. മകന് എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു വിഷമമുണ്ട്, പേരൻസിൻ്റെ ദുഃഖം ചിന്തിച്ചു നോക്കി. 38 വയസ്സായി. അപ്പോൾ ഇത് ചെയ്തു, ഇവിടെ വന്നങ്ങോട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു വെളിപ്പെടുത്തൽ കർത്താവ് തന്നു. 38 വയസ്സായ ഒരു മകൻ്റെ വിവാഹ തടസ്സം എടുത്തു മാറ്റുന്നു എന്ന് ഒരു വെളിപ്പെടുത്തൽ കർത്താവ് തന്നു. നല്ല ദൈവവിശ്വാസമുള്ള, നല്ല യേശുവിനെ രുചിച്ചറിഞ്ഞ ഒരു പെൺകുട്ടീനെയാണ് കിട്ടിയത്. അതായത് നേരത്തെ എങ്ങാനും കല്യാണം കഴിക്കുകയാണെങ്കിൽ വല്ല പരിഷ്കാരി ഏതെങ്കിലും സ്ഥലത്ത് കയറി വന്ന് കുടുംബം നശിപ്പിച്ചേനെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 38 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിച്ച്, കർത്താവേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എന്തായി? കർത്താവ് നല്ല കൃപയും ദൈവസ്നേഹവും ദൈവത്തെ അറിഞ്ഞ ഒരു കുട്ടിയെ ജീവിതം പങ്കാളി കൊടുത്തു. കുടുംബത്തിൽ പേരൻസിന് വലിയ സന്തോഷം, എല്ലാവർക്കും സന്തോഷമായി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 29 മുതൽ 34 വരെ തിരുലിഖിതങ്ങൾ. അവൻ ജെറീക്കോയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യേശു ആ വഴി കടന്നു പോകുന്നെന്ന് കേട്ടപ്പോൾ വഴിയരികിലിരുന്ന 2 അന്ധന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്രാ, ഞങ്ങളിൽ കനിയണമേ. മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം അവരെ ശാസിച്ചു. അവരാകട്ടെ, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു. യേശു അവിടെ നിന്ന് അവരെ വിളിച്ച് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്ന് കിട്ടണം. യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, 2 കുരുടന്മാർ, 2 അന്ധന്മാർ ഇവരുടെ ആയുസ്സിൽ ഒരാൾക്ക് ഇവരെ സഹായിക്കാൻ പറ്റാതെ നിസ്സഹായ അവസ്ഥയിലിരിക്കുകയാണ്. ഭിക്ഷയാചിച്ചും അലഞ്ഞു തിരിഞ്ഞും അരക്ഷിതാവസ്ഥ അനുഭവിച്ചും തകർച്ചകൾ നേരിട്ടും ദുഃഖം പങ്കുവെക്കാൻ ആരുമില്ലാതെ, കുടുംബമില്ലാതെയും കുടുംബജീവിതം ഇല്ലാതെ, അങ്ങനെ ഈ 2 അന്ധന്മാർ ജീവിതത്തിൽ അലഞ്ഞു തിരിയുകയാണ്. അങ്ങനെ നട്ടം തിരിഞ്ഞിരിക്കുന്ന ഈ 2 അന്ധന്മാരുടെ ജീവിതത്തിലൂടെ യേശു കടന്നു പോകുന്നൊരു സമയമുണ്ടായി. ആ യേശുവിൻ്റെ കടന്നുപോകൽ, ആ യേശുവിൻ്റെ സാമീപ്യം, ഇവരുടെ ജീവിതവും യേശുവിൻ്റെ ജീവിതവും തമ്മിൽ അടുത്ത് വന്ന സമയത്ത് അവർ സമയത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞു. അവർ മണിക്കൂറുകളുടെ സമയത്തിൻ്റെ മിനിറ്റുകളുടെ സെക്കൻഡുകളുടെ പ്രത്യേകത തിരിച്ചറിഞ്ഞു. അവർ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ദാവീദിൻ്റെ പുത്രാ, ഞങ്ങളിൽ കനിയണമേ. ഇവരെ ആരും ട്രെയിനിങ് കൊടുത്തതോ പഠിപ്പിച്ചതൊന്നും അല്ല. ഒരാൾ ഇവരെ ഒരു പ്രാർത്ഥനയും പഠിപ്പിച്ചിട്ടില്ല.
ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇവർ യേശുവിനെ കുറിച്ച് ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കുകയോ പ്രഭാഷണം കേൾക്കുകയോ ചെയ്തിട്ടില്ല. എങ്കിലും യേശുവിൻ്റെ സാന്നിധ്യം കടന്നുപോയപ്പോൾ യേശുവിനെ അവർ തിരിച്ചറിഞ്ഞു. അവർ നിലവിളിക്കുകയാണ്, ദൈവ സാന്നിധ്യത്തിൽ അവർ നിലവിളിക്കുകയാണ്, കർത്താവേ ദാവീദിൻ്റെ പുത്രാ ഞങ്ങളിൽ കനിയണമേ. വളരെ ബെസ്റ്റ് ഒരു പ്രയർ. ജീവിതത്തിൻ്റെ പരിവരുത്ത യാഥാർത്ഥ്യത്തിൽ കണ്ണുനീർ കയത്തിൽ കിടന്ന് ഹൃദയത്തിൻ്റെ നിലവിളിയാണത്. കർത്താവേ ദാവീദിൻ്റെ പുത്രാ ഞങ്ങളിൽ കനിയണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൽക്ഷണം യേശു അവിടെ നിന്നു. യേശു അവരോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയണം, അതിനെക്കുറിച്ച് ലജ്ജിക്കരുത്. നമ്മുടെ ദൈവത്തിൻ്റെ അരികിലേക്ക് പോകുന്നതും നമ്മുടെ കർത്താവിന് മുമ്പിൽ നമ്മുടെ കാര്യങ്ങളോ നമ്മുടെ ദുഃഖങ്ങളോ നമ്മുടെ മനപ്രയാസങ്ങളോ മനോവിഷമങ്ങളോ സങ്കടങ്ങളോ നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ഭാരങ്ങളോ പ്രയാസങ്ങളോ ജീവിതത്തെക്കുറിച്ചുള്ള അലട്ടലുകളൊക്കെ പറയണത് ഒരു ചെറിയ കാര്യമാണ്, ഒരു ചീപ്പായുള്ള ഏർപ്പാടാണ് എന്ന് മക്കളെ ചിന്തിക്കരുത്. യേശു അവരോട് അവരെ അങ്ങോട്ട് പറയിപ്പിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അനേകം കുടുംബങ്ങൾ എനിക്കറിയാം, അവർ യേശുവിനോട് പറയുക മാത്രമല്ല, ഒരു പേപ്പർ എടുത്ത് കൃത്യമായി അവർ എഴുതും. എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട് കർത്താവ്, എന്നെ വലിയ ബുദ്ധിമുട്ടാണ്, ഇന്ന വിഷയങ്ങൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കുട്ടികളത് എഴുതും, പേരൻസ് അത് എഴുതും, എന്നിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. യേശുവിന് മുന്നിൽ പറയണം, ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം. അവരുടെ ദുഃഖം അവർ പറഞ്ഞു. ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. തൽക്ഷണം അവർക്ക് കാഴ്ചയുണ്ടായി. മാത്യു ചാപ്റ്റർ 20 വേഴ്സസ് 29 to 34. And as they went out of Jericho, a great crowd followed him. And behold, 2 blind men sitting by the roadside, when they heard that Jesus was passing by, cried out, "Have mercy on us, Son of David! Have mercy on us, Son of David!" The crowd rebuked them, telling them to be silent. But they cried out the more, "Lord, have mercy on us, Son of David!" And Jesus stopped and called them, saying, "What do you want me to do for you? What do you want me to do for you?" They said, "Lord, let our eyes be open." Jesus in pity touched their eyes, and immediately they received their sight and followed him. നമ്മുടെ ഞെരുക്കങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ അരികിലേക്ക് നമ്മൾ പോകണം. നമ്മുടെ കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലണം. കർത്താവേ എനിക്കിന്ന ദുഃഖമുണ്ട്, എനിക്കിന്ന പ്രയാസമുണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ശുശ്രൂഷകൾ സ്വീകരിക്കണം. ചിലപ്പോൾ കർത്താവ് വചനത്തിലൂടെ സൗഖ്യം നൽകും, ചിലപ്പോൾ കർത്താവ് നേരിട്ട് കൈകൾ കൊണ്ട് തൊട്ട് സൗഖ്യം നൽകും. കുഷ്ഠരോഗി നിലവിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, "ഐ വിൽ ബി ക്ലീൻ." എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. ഒരൊറ്റ വാക്കേ അരുളി ചെയ്തുള്ളൂ, സുഖം പ്രാപിച്ചു. ഇവിടെ 2 അന്ധന്മാർ, അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കാഴ്ച വേണം. ഉടനെ യേശു തൊട്ടു, അവർക്ക് കാഴ്ചയുണ്ടായി. പല വിധത്തിലാണ് നമ്മുടെ കർത്താവ് ഇടപെടുന്നത്. ചിലപ്പോൾ വചനത്തിലുള്ള സൗഖ്യം, ചിലപ്പോൾ ഒരു പുരോഹിതൻ്റെ പ്രാർത്ഥനയിലൂടെ സൗഖ്യം, ചിലപ്പോൾ ധ്യാനത്തിലൂടെ സൗഖ്യം, ചിലപ്പോൾ ടെലിവിഷനിൽ വചനം കേൾക്കുമ്പോൾ സൗഖ്യം. പല വിധത്തിലാണ്. ചിലപ്പോൾ വെഞ്ചരിച്ച വസ്തുക്കളിലൂടെ ആയിരിക്കും കർത്താവ് ഇടപെടുന്നത്. ഒരു കുടുംബത്തിന് അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഷീന. ഞാൻ എറണാകുളം വൈപ്പിൻ നായരമ്പലത്ത് നിന്ന് വരുന്നു. എൻ്റെ വീട് കച്ചവടത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. 2 വർഷത്തിൽ കൂടുതലായി ഇവിടെ വന്ന് 3 മാസം ധ്യാനം കൂടാമെന്ന് പ്രാർത്ഥിച്ചു. 2ാമത്തെ മാസം തന്നെ സ്ഥലം കച്ചവടമായി. ആരും വന്ന് കണ്ടിട്ട് വെറുതെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും എടുക്കാൻ സ്ഥലമായിരുന്നു. സ്ഥലം കുറച്ച് കിടപ്പുണ്ടായിരുന്നു, അത് വിൽപ്പന എന്ത് ചെയ്താൽ സ്ഥല വിൽപ്പന നടക്കണില്ല. അതായത് ശരിക്കും ഒരു വില പോലും ആരും പറയണ്ട, അതേപോലെ വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും എടുക്കാൻ ആളില്ലാത്ത അതേമാതിരി ഒരു 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 ചവിട്ടിയ സ്ഥലമായിരുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ശരി, ഇവരെന്ത് ചെയ്തു? ഇവർ നേരെ അട്ടപ്പാടിക്ക് വന്നു. ആരൊക്കെ എതിര് നിന്നാലും ശരി, ആരൊക്കെ തടസ്സം നിന്നാലും ശരി,
ദൈവം ഞങ്ങളുടെ പക്ഷത്ത് നിൽക്കുമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്തുണ്ടായത്? എന്നിട്ട് രണ്ടാമത്തെ മാസം അപ്പം ഞാൻ വെഞ്ചിരിച്ചതൊന്നും ഇടാനായിട്ട് എൻ്റെ കയ്യിൽ അന്നേരം ഒന്നും ഉണ്ടായില്ല. എൻ്റെ ബാഗിൽ 2 പുളുങ്കുരു കിടന്നു. ചാച്ചനോട് വെഞ്ചിരിക്കുന്ന സമയത്ത് ഞാൻ അത് കയ്യിൽ പിടിച്ചു. എൻ്റെ മോൻ്റെ അടുത്ത് കൊടുത്തു വിട്ട് അതവിടെ കൊണ്ടുപോയിട്ട് അന്ന് തന്നെ ടോക്കൺ കിട്ടി എനിക്ക് സ്ഥലം. കേട്ടില്ല ഇവിടെ ഒന്നും കേൾക്കണില്ല. അത് അച്ഛാ വെഞ്ചിരിക്കാനായിട്ട് മണ്ണൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പുളുങ്കുരുവാണ് കയ്യിലുണ്ടായത്. അത് അപ്പം ആകെ കയ്യിൽ എന്താ ഇപ്പം വെഞ്ചിരിക്കുന്ന സമയമല്ല. ഇപ്പം എന്താ കയ്യിലുള്ളത് നോക്കിയപ്പോൾ ഒന്നുമില്ല. ബസ്സിലിരുന്ന് കറിക്കാൻ വേണ്ടി കുറച്ച് പുളിങ്കുരു കൊണ്ടുവരുന്നു. ആ പുളിങ്കുരു എടുത്ത് എന്നാൽ പിന്നെ ഇത് വെഞ്ചിരിക്കാന്ന് പറഞ്ഞ് ആ വെഞ്ചിരിച്ച് അത് കൊണ്ടുപോയിട്ട് അന്ന് തന്നെ ടോക്കൺ കിട്ടി എനിക്ക്. ആ വെഞ്ചിരിച്ച് പുളിങ്കുരു അന്വേഷിച്ച് നടക്കരുതട്ടാ. ഫ്രൈസലോ ഇവിടെ പല സാധനങ്ങളും വെഞ്ചരിച്ച് കൊടുത്തിട്ടുണ്ട്. പുളിങ്കുരു വെഞ്ചരിച്ച് ഞാൻ ആദ്യം കേൾക്കുകയാണ്. എണ്ണ, വെള്ളം, ഉപ്പ് ഇതൊക്കെ വെഞ്ചരിച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട്. മണ്ണ് വെഞ്ചരിച്ച് കേട്ടിട്ടുണ്ട്. പുളിങ്കുരു ആദ്യമായിട്ട് വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ഇട്ട് അന്ന് ആ സ്ഥാനത്തിൻ്റെ തടസ്സങ്ങൾ മാറി. യേശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 27-ഉം 28-ഉം തിരുലിഖിതങ്ങൾ. യാക്കോബേ, ഇസ്രായേലേ, എൻ്റെ വഴികൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു, എൻ്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ കേട്ടിട്ടില്ലേ? കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സ്രഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. ഇന്ന് ഒരുപാട് ആളുകൾ കുറച്ച് നേരം പ്രാർത്ഥിക്കും, 5-6 ദിവസം അല്ലെങ്കിൽ കുറച്ചൊക്കെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്ത് നടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിനെതിരെ കംപ്ലൈൻറ്റ് ചെയ്ത് നടക്കുന്നത് നമുക്ക് ആത്മീയ വളർച്ചയ്ക്ക് സഹായകരമാവുകയില്ല. ദൈവത്തെ ആശ്രയിക്കുകയും ദൈവസേന നിലവിളിക്കുകയും ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. ദൈവം ഉണ്ട്, അവൻ ഇടപെടും, അവൻ കേൾക്കുന്നവനാണ്. കണ്ണ് തന്നവൻ കാണുകയില്ലെന്നോ, ചെവി തന്നവൻ കേൾക്കുകയില്ലെന്നോ? ഇസ്രായേലേ, യാക്കോബേ, നീ എന്താ പരാതി പറയണത്? ബുക്ക് ഓഫ് ഐസയ chapter 40 verses 27 and 28. O Israel, O Jacob, why then you do complain that the Lord doesn't know your troubles or care if you suffer injustice? ഗുഡ് ന്യൂസ് ബൈബിളിൽ ഈ വചനങ്ങൾ ദൈവമക്കൾക്ക് വേണ്ടി ഇങ്ങനെയാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഗുഡ് ന്യൂസ് ബൈബിളിലാണ് നമ്മളിത് വായിക്കുന്നത്. Don't you know? Haven't you heard? The Lord is the everlasting God. He created all the world. He never grows tired or weary. No one understands his thoughts. No one understands his thoughts. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. No one understands his thoughts. നമുക്ക് കരണീയമായിട്ടുള്ളത് നമ്മുടെ ദൈവത്തിന് മുമ്പിൽ നമ്മളെ തന്നെ എളിമപ്പെടുത്തുക, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ഒരു പുളിങ്കുരുവിനെ പോലും നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്താൻ കർത്താവിന് കഴിയും. ഈ നിമിഷം ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആരാധനയുടെ സമയത്ത് ഭയഭക്തികളോടെ നമ്മുടെ കർത്താവിന് മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയം നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ നമ്മുടെ ദൈവം നമുക്കായി നൽകിയ കൃപയുടെ സമയമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എളിമപ്പെട്ട് മുട്ടുകുത്തി നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിതഭാരങ്ങളെല്ലാം സമർപ്പിച്ച് എൻ്റെ ദൈവമേ അവിടുന്ന് ഇടപെടണമേ കരഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഈ കൂട്ടായ്മയിലേക്ക് ചേരുക മക്കളെ. ഇപ്പോൾ ലക്ഷോപലക്ഷം ആളുകൾ യേശുവിനെ കരഞ്ഞു വിളിക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ,
യേശുവേ 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 യേശുവേ